കൈപ്പിടിയിലേക്കെത്താൻ അടുത്തെന്ന് തോന്നും തോറും ആവേശം കൂടും, അലക്ക് കൂടും, ഇളക്കൽ കൂടും, ഇളക്കി മറിക്കൽ കൂടും. അത്തരത്തിൽ ഇനിയൊന്ന് ഇളക്കി മറിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. കാരണം ഇതുവരെ അത്രമേൽ സാധ്യമല്ലെന്ന് വിചാരിച്ചിരുന്ന ഒരു സംഗതി ഇപ്പോൾ സാധ്യമാണ് എന്നൊരു തരത്തിലേക്ക് പ്രതീക്ഷയായി മാറിയിട്ടുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് നിറം പകർന്ന നമ്മുടെ സുകുമാരൻ നായർ സാറും വെള്ളാപ്പള്ളി നടേശൻ സാറുമൊക്കെ ആവേശോജ്വലമായി കരുത്തോടെ രംഗത്തുണ്ട് താനും. ഏതായാലും ആ സാഹചര്യത്തിൽ നമ്മുടെ നടേശൻ സാറ് ഇന്നലെ പറഞ്ഞ പ്രീണനത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോയിൽ പറയേണ്ടി വരും. ഇപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത് അതിനെ സംബന്ധിച്ചൊരു ധവളപത്രം സർക്കാർ പുറപ്പെടുവിക്കാൻ തയ്യാറാകണം. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് സവിശേഷമായി ഈ സർക്കാർ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഏതെങ്കിലും പോസ്റ്റുകൾ അധികമായി നൽകിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രത്യേകമായ പരിഗണന നൽകിയോ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പുതിയതായി നൽകിക്കൊണ്ട് ഉത്തരവിറങ്ങിയോ എന്നുള്ള കാര്യങ്ങളൊക്കെയും ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ മുസ്ലിം പ്രീണനം ഇനിയൊരു ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട്. ആ മുസ്ലിം പ്രീണനം ആയുധമാക്കുന്നത് തടയണമെങ്കിൽ എപ്പോഴും മുസ്ലിം പ്രീണനമെന്ന ആശയങ്ങൾ ഉയർത്തുമ്പോൾ മൗനം പാലിക്കുകയും മറുവശത്ത് അർത്ഥശൂന്യമായ വികാരങ്ങൾക്ക് വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി പിന്തുണ പ്രഖ്യാപിക്കുന്നത് പോലെ പിന്തുണ പ്രഖ്യാപിക്കാറുള്ള സർക്കാർ ഇക്കാര്യത്തിൽ വളരെ മാറ്റർ സ്പെസിഫിക് ആയിട്ടുള്ള തീരുമാനമെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിയമസഭയിൽ ഒരുപാട് കാലം അലക്കി മദ്രസകൾക്ക് ഫണ്ട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് ഒരു വിശദമായ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഈ നടത്തിയ പ്രഭാഷണ സ്ഥലങ്ങളിലൊന്നും ഇതിൻ്റെ കണക്കുകളോ ഒന്നും മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ ആരും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു വശത്തുകൂടി ഈ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വ്യാജ വാർത്തകൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മറുവശത്ത് ഫലസ്തീന് പിന്തുണ, തുർക്കിക്ക് പിന്തുണ, പിന്നെന്ന് വേണ്ട അർമേനിയയ്ക്ക് പിന്തുണ, ഉക്രൈന് പിന്തുണ എന്നൊക്കെ പറഞ്ഞിട്ട് ആഗോള പേരുകൾ പറഞ്ഞ് ആവേശം കൊള്ളിച്ച് ഈ ജംഗ്ഷനുകൾ തോറും കവലകൾ തോറും റാലിയും നടത്തി മുഷ്ടികൾ ചുരുട്ടി ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞ് സൂര്യനെ നോക്കിക്കൊണ്ട് ഇല്ല ഇല്ല വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഉറക്ക മുദ്രാവാക്യം വിളിക്കുന്ന, കേട്ടോണ്ട് നിൽക്കുന്നവർ ഇത് എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കുന്ന അർത്ഥശൂന്യമായ ബഹളങ്ങൾക്കപ്പുറത്ത് എന്താണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് സവിശേഷമായി നൽകിയത് എന്നുള്ളത് അറിയാൻ ആ വിഭാഗത്തിൽ ജനിച്ച ഒരാളെന്നുള്ള നിലയിൽ എനിക്കും ഒരു കൗതുകവും ആകാംക്ഷയൊക്കെ ഉണ്ട്. അതിൽ ചില കാര്യങ്ങൾ കൂടി പുറത്തുവിടണം. സർക്കാരിൻ്റെ ഗ്രാൻഡ് ഇൻ എയ്ഡ് നൽകി നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും അതെവിടെയായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ TKM എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും ആർട്സ് കോളേജ് ആയാലും NSSൻ്റെ സ്ഥാപനമായാലും SNDPയുടെ സ്ഥാപനമായാലും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സ്ഥാപനമായാലും അവിടെയുള്ള അധ്യാപകരുടെ ജീവനക്കാരുടെ ജാതി തിരിച്ചുള്ള കണക്കുകൾ പുറത്തുവിടണം. അങ്ങനെ പുറത്തുവിടണമെന്ന് പറയാൻ ഈ പറയുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന തലേക്കെട്ടുകാരായ ഈ പേരുദോഷം മുഴുവൻ പോയിരുന്ന് സ്റ്റേജിലിരുന്ന് പിടിക്കുന്ന അവർ തയ്യാറാകണം. അവർ തയ്യാറാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞത് ഈ ഗ്രാൻഡ് ഇൻ എയ്ഡ് വാങ്ങിച്ച് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ എൻ്റെ പ്രദേശത്തുള്ളൊരു സ്കൂൾ ഞാനിപ്പോൾ പറയുന്നില്ല, ആ സ്കൂളിൽ ഒരധ്യാപിക മാത്രമാണ് ഏതാണ്ട് 50ഓളം അധ്യാപകരുള്ളതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളത്. ഒറ്റ അധ്യാപിക. എയ്ഡഡ് സ്കൂളാണ്. അവിടുത്തെ വിദ്യാർത്ഥികളിൽ ഏതാണ്ട് 60% പേർ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരാണ്. പെറ്റുകൂട്ടുന്നേ യവന്മാരങ്ങ് പെറുന്നേ എന്ന് പറഞ്ഞിട്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു പരിധിവരെ നേരത്തെ പെറ്റുകൂട്ടിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇത് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഇവരെല്ലാം കൂടി ബുദ്ധിയും ബോധോദയവും ഉണ്ടായി ശാക്തീകരിക്കപ്പെട്ട് മറ്റ് ചില സമൂഹങ്ങളെപ്പോലെ ഇന്ത്യ വിട്ടങ്ങ് പോയി എവിടെങ്കിലും പോയാൽ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയും പിന്നെ ഈ പറഞ്ഞ ജാതി തിരിച്ച് ട്രസ്റ്റുകൾ വാങ്ങി അതിൽ സ്വന്തം ജാതിക്കാരെ നിയമിക്കുന്നതിന് പോലും 1 കോടി വാങ്ങിച്ച് തിന്നുന്ന പല കൊഞ്ഞാണന്മാരും വെള്ളം കൂടി മുട്ടും. അതാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കണക്ക് പറയാൻ തയ്യാറാകണം.
എത്ര മന്ത്രിമാർ? പണ്ട് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഈ 99-100 സെക്രട്ടറിമാരിൽ ആകെ ഉള്ളത് എത്ര പേരാണെന്ന് പറഞ്ഞതുപോലെ അത്രയും ഉള്ള ആളുകൾ ഈ പറയുന്നത് പോലെ ഉന്നത സിവിൽ സർവീസ് രംഗത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവിഹിതമായി എത്ര പേരെ കിട്ടി? കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന ഗണത്തിൽ വരുന്നുണ്ടോ? ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന ഗണത്തിൽ വരുന്നുണ്ടോ? എന്നാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ഉണ്ട്. അതെങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ അതൊക്കെയാണ് ബുദ്ധിപരമായി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഞാൻ അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഏതായാലും ഒരു ധവളപത്രം പോലും ഇത് പുറത്തുവിടാൻ തയ്യാറായില്ലെങ്കിൽ നിരപരാധികളായ ഈഴവ സമുദായത്തിൽപ്പെട്ടവരും നായർ സമുദായത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരുമൊക്കെ വിചാരിക്കും ഈ മുസ്ലിം സമുദായത്തിന് സർക്കാർ വാരി കോരി അങ്ങ് കൊടുക്കുകയാണ്, ഇഷ്ടംപോലെ കൊടുക്കുകയാണെന്ന് വിചാരിക്കും. ഗവൺമെൻറ് സെക്രട്ടറിമാരുടെ എണ്ണം പറയാം, പിന്നെ അതുകൂടാതെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം പറയാം. കാരണം ഇപ്പോൾ അതൊന്നും നിസ്സാര പോസ്റ്റല്ല, പിന്നീട് പെൻഷൻ കിട്ടുന്ന പോസ്റ്റാണ്. 10 വർഷം തുടർച്ചയായി ഇരുന്നാലല്ലേ 5 വർഷം കഴിയുമ്പോൾ മുതൽ പെൻഷൻ കിട്ടിത്തുടങ്ങും. അതെത്ര പേരുണ്ടെന്ന് പറയാം. ഇതടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ അതിനൊരു ധവളപത്രം പുറപ്പെടുവിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഏതെങ്കിലുമൊക്കെ സംഘടിത മുസ്ലിം സംഘടനകൾ ഈ പറയുന്ന ആവശ്യം സർക്കാരിൻ്റെ മുന്നിൽ വെക്കണം. കാരണം അഭീതമായി എന്തെങ്കിലും ഈ സമുദായം വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ച് വെള്ളാപ്പള്ളി നടേശൻ സാറിനും പിന്നെ നമ്മുടെ പണിക്കർ സാറിനും പിന്നെ ഏതെങ്കിലും അച്ഛന്മാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്കുമായി തിരികെ കൊടുക്കണം. അതിനുവേണ്ടിയാണ്.